ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ മഹർലോക പ്രിയ ഗോവിന്ദ മഹർലോകേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ. അങ്ങനെ കൗരവരുമായിട്ടുള്ള യുദ്ധം ഒറ്റയ്ക്ക് ജയിച്ച അർജുനൻ അവിടെ മോഹാത്സ്യപ്പെട്ട് കിടക്കുന്നവരുടെ വസ്ത്രങ്ങളൊക്കെ ഉത്തരനെ കൊണ്ട് അഴിപ്പിച്ച് രണ്ടുപേരും പുറപ്പെട്ടു. മെതുവാ നടത്തുകയാണ് രഥം. തിരിച്ച് പഴയ ശീമവൃക്ഷത്തിൻ്റെ ചോട്ടിലെത്തി ഉത്തരനോട് ആ ഗാന്ഡീവവും ആവനാഴിയും ഒക്കെ അവിടെ വെച്ച് കെട്ടി തിരിച്ച് പഴയതുമാതിരി ശീമമരത്തിൻ്റെ മുകളിൽ തന്നെ വെച്ച് കെട്ടാൻ ഏർപ്പാടാക്കി എല്ലാം കെട്ടി ഉത്തരനും അർജുനനും തങ്ങളുടെ പോർച്ചട്ടകൾ മാറ്റാൻ പറഞ്ഞപ്പോൾ ഉത്തരൻ ചോദിച്ചു, എന്തിനപ്പോൾ അതങ്ങനെ മാറ്റണേ? അപ്പോൾ ബൃഹന്തള പറഞ്ഞു, ഞാൻ ബൃഹന്തളയായിട്ട് തന്നെയാണ് തിരിച്ചു പോണത്. ഈ സത്യാവസ്ഥ ഇപ്പം ആരോടും പറയണ്ട. അവിടുന്ന് ജയിച്ചതായിട്ട് കണക്കാക്കിയാൽ മതി. നമുക്ക് പതുക്കെ പോവാം. ഈ സമയം കൊണ്ട് തൃഗർത്തനെ ജയിച്ച് അവരെല്ലാം തിരിച്ച് അരമനയിൽ എത്തിയിട്ടുണ്ടാവും. യുദ്ധം ചെയ്തിട്ട് നല്ല ക്ഷീണമുണ്ട്. നമുക്ക് ഒരു മൈതാനത്തിൽ ഇത്തിരി വിശ്രമിച്ച് കുതിരകൾക്കൊക്കെ വെള്ളം കാണിച്ച് ഗോക്കൾ ഒക്കെ തിരിച്ച് ഗോശാലയിൽ എത്തിയോ എന്ന് ആരെങ്കിലും അയച്ച് അന്വേഷിച്ച് അതിന് ശേഷം സന്ധ്യ ആവുമ്പോൾ നമുക്ക് തിരിച്ച് രാജധാനിയിലേക്ക് പോയാൽ മതി എന്ന് അഭിപ്രായപ്പെട്ടു. ഉത്തരൻ ഉടനെ തന്നെ സമ്മതിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തൻ്റെ ഗുരുമാതിരി ആയിരിക്കണേ. അങ്ങനെ അവർ പറഞ്ഞതുമാതിരി ഒരു മൈതാനത്തിലെത്തി വിശ്രമിച്ചു, കുതിരകളെ വിട്ടു, ആളെ അയച്ചു, ഗോക്കളൊക്കെ എത്തിയോ എന്ന് അന്വേഷിച്ചു. എല്ലാ ഗോക്കളും തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷമായി. ഇവിടെ തൃഗർത്തനെ ജയിച്ച് ഇവരെല്ലാവരും കൂടി തിരിച്ച് രാജധാനിയിലെത്തിയപ്പോഴാണ് വീണ്ടും പശുക്കളെ പിടിച്ചുകൊണ്ട് പോയി എന്നും ആ പശുക്കളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ബൃഹന്തര തേര് തെളിയിച്ച് ഉത്തര രാജകുമാരൻ പോയിരിക്കണു എന്നുള്ള വാർത്ത അറിഞ്ഞത് കേട്ട ഉടനെ വിരാട രാജാവിന് വലിയ പേടിയായി. ഇതെന്താ ഈ പറയണേ? ക്ലീബനായിട്ട് ഒരുത്തനെ കൊണ്ട് തേര് തെളിയിപ്പിച്ചിട്ട് ഉത്തരൻ വലിയ കൗരവ പടയെ എതിരിടാൻ പോയേക്കുന്നു. ഭീഷ്മൻ, ദ്രോണൻ, കർണൻ ഇവരൊക്കെ അവനെ കൊണ്ട് പറ്റുമോ? നടക്കില്ല. ഉടനെ പട രണ്ടാമത് പോവുക. മോനെ രക്ഷിച്ചില്ലെങ്കിൽ പറ്റില്ല, അവനെ ഒറ്റയ്ക്കാ എന്ന് പറഞ്ഞ് പുറപ്പെടാൻ പോയപ്പോൾ ഒരു ദൂതൻ ഓടി വരുന്നു. മഹാരാജാവേ, അങ്ങയുടെ പുത്രൻ കൗരവസേനയെ ജയിച്ച് ഇതാ മടങ്ങി വരുന്നു, വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ എത്തും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവിന് വലിയ സന്തോഷമായി. തൻ്റെ പുത്രൻ ഒറ്റയ്ക്ക് മഹാരഥന്മാർ നയിക്കുന്ന കൗരവപ്പടയെ തോൽപ്പിച്ച് പശുക്കളെയൊക്കെ വീണ്ടെടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ സംഭവമൊന്നുമല്ല. ഇവൻ ഇത്രയ്ക്ക് വൈദഗ്ധ്യമുള്ളവനാണെന്ന് ഞാൻ നിരീക്ഷിച്ചില്ല. പട്ടണം മുഴുവൻ അലങ്കരിക്കൂ, മോൻ യുദ്ധം ജയിച്ചു വരണു എന്ന് രാജാവ് കൽപ്പന കൊടുത്തു. സന്തോഷമായി. പൊങ്കനെ വിളിച്ചു, ചൂതുപടം കൊണ്ടുവരൂ, നമുക്കിത്തിരി കളിക്കാം, സന്തോഷം കൊണ്ട് ഞാൻ മതി മറന്നിരിക്കണു. അപ്പം കുങ്കൻ പറഞ്ഞു, അതിലത്ര സന്തോഷിക്കൊന്നും വേണ്ട, ബൃഹന്തളയാണ് കൂടെ പോയിരിക്കണത്, അവളുടെ കഴിവാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പം രാജാവ് പറഞ്ഞു, ഹേയ്, താൻ എന്ത് വിവരമില്ലാണ്ടാ പറയണേ? എൻ്റെ മോനെ എന്തൊരു ശൂരവീര പരാക്രമശാലിയാണ്, കണ്ടില്ലേ കൗരവപ്പട തോൽപ്പിച്ചിങ്ങോട്ട് വരിക എന്ന് പറഞ്ഞത്. അപ്പം കുങ്കൻ പറഞ്ഞു, ഇത് ബൃഹന്തളയുടെ കഴിവ് തന്നെയാണ്, സംശയമില്ല എന്ന് പറഞ്ഞു. തൻ്റെ മോനെ എങ്ങനെ കുറച്ച് കാണിക്കാൻ ഈ ബ്രാഹ്മണനെ എങ്ങനെ കഴിഞ്ഞു? ദേഷ്യം വന്ന രാജാവ് എന്ത് ചെയ്തു? ആ ചൂതിൻ്റെ കരുക്കളെ കുങ്കൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തിൽ ഒറ്റേറ്. അതിൽ ഒരെണ്ണം പോയി കുങ്കൻ്റെ മൂക്കിൽ പതിച്ചു. എടാ, ധാരധാരയായിട്ട് ചോര ഒഴുകണു. കുങ്കൻ അത് പൊത്തിപ്പിടിച്ചു. അയ്യോ, അബദ്ധമായില്ലോ, ബ്രാഹ്മണനെ ഞാൻ ഉപദ്രവിച്ചു ശരിയായില്ല എന്ന് രാജാവിനും തോന്നി. സൈരന്ധ്രി എന്തോ പറയാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്ന സമയത്താണിത് നടന്നത്. ചോര ചോട്ടിൽ വീഴണ്ടെന്നും പറഞ്ഞിട്ട്
സൈരന്ധ്രി ഓടി വന്ന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വെച്ച് ചോര അതിലേക്ക് വീണോട്ടെ അമർത്തി പിടിച്ചിട്ടുണ്ട്. ചോര കുറേശ്ശെ കട്ടി പിടിക്കുന്നുണ്ട്, എന്നാലും ചോര വീഴുന്നുണ്ട്. ഈ സമയത്താണ് ഒരു ദൂതൻ വന്ന് നിൽക്കണത്. മഹാരാജാവേ, ഉത്തര രാജകുമാരൻ അങ്ങേ കാണാൻ വേണ്ടി വന്ന് നിൽക്കണു. അപ്പോൾ ഉടനെ വരാൻ പറയൂ, സന്തോഷം കൊണ്ടല്ലേ. ഉത്തരൻ അകത്തേക്ക് കയറി വന്നു. അകത്ത് കയറി വന്ന് മകനെ കെട്ടിപ്പിടിച്ച് സന്തോഷമൊക്കെ അറിയിച്ചു. അപ്പോൾ ഉത്തരൻ പറഞ്ഞു, അച്ഛാ, ഇതെൻ്റെ കഴിവൊന്നുമല്ല. ഞാൻ ആ കൗരവ പടയെ കണ്ടപ്പോൾ ആകെ പേടിച്ച് നിന്നതാ. ഈ സമയത്ത് ഒരു ദൈവദൂതൻ വന്ന് എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അയാളാണ് ഈ യുദ്ധം ചെയ്ത് ഇവരൊക്കെ ജയിച്ചത്. എന്നിട്ട് അയാളെവിടെ വിളിച്ചുകൊണ്ടിരോ? അയാൾ അപ്പം തന്നെ മറഞ്ഞു. ഇനി 2-3 ദിവസത്തിനുള്ളിൽ വന്ന് എന്നെ കണ്ടോളാന്ന് സത്യം ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. വരും, 2 ദിവസത്തിനുള്ളിൽ വരും. എന്നിട്ട് നോക്കുമ്പോഴാണ് കുങ്കൻ്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നു, അടച്ചു പിടിച്ചിരിക്കണു, കട്ടിയായിട്ടുണ്ട്. ഓ, ഒരു സമാധാനമായി. ഉത്തരനറിയാലോ, ഇത് പാണ്ഡവ ശ്രേഷ്ഠനായ യുധിഷ്ഠിരനാണെന്ന് രാജാവിനൊട്ട് അറിയൂല. ഉത്തരനിത് കണ്ടപ്പോൾ ആകെ പരിഭ്രമിച്ചു. അർജുനൻ എങ്ങനെ ഇത് കണ്ട എന്താ സംഭവിക്കുക, ഇതെന്താ സംഭവിച്ചേ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ അറിയാണ്ട് ഇത് അപ്പോഴത്തെ ദേഷ്യത്തിന് നിന്നെ കുറച്ച് സംസാരിച്ചപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് കരുക്കൾ അങ്ങോട്ട് എടുത്ത് എറിഞ്ഞു. അതിലൊരെണ്ണം മൂക്കിൽ കൊണ്ട് അബദ്ധമായി ചോര വരുന്നു. അപ്പോൾ ചോരയൊക്കെ നിന്നു. അപ്പോൾ കൈയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അറിയില്ല. എന്നുവെച്ചാൽ മൂക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് ചോര വരണതേ. അപ്പോൾ പുറത്തൊന്നും അറിയില്ല. അപ്പോൾ ചോരയൊക്കെ തുടച്ച് വൃത്തിയാക്കി. എന്നിട്ട് ഉത്തരൻ ബൃഹന്തളയെ വിളിച്ചു. ബൃഹന്തള വന്നു. അപ്പോൾ ഉത്തരൻ പറഞ്ഞു, അച്ഛാ, ഇയാളുടെ തേര് നടത്തുന്നതിലുള്ള കഴിവുകൊണ്ടൊക്കെയാണ് യുദ്ധം ജയിക്കേണ്ടായത്. വിരാട രാജാവ് അഭിനന്ദിച്ചു. എൻ്റെ മോന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതിൽ തനിക്ക് ഇത്ര കഴിവുണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഏതായാലും നന്നായി. ഉത്തരനും ബൃഹന്നളയും ഇവിടുന്ന് വിട വാങ്ങി അന്തപുരത്തിലേക്ക് പോയി. ആ രാജകുമാരിമാർ ഉടനെ ആരതി ഒഴിഞ്ഞ് ഉത്തരനെ സ്വീകരിച്ചു. ചുറ്റും കൂടി നിന്നു. ഉത്തരൻ എല്ലാവർക്കും കൗരവ സേനയെന്നും അഴിച്ചു കൊണ്ടുവന്ന വിശിഷ്ടമായ പാട്ടുവസ്ത്രങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ശിഖണ്ഡി എന്ന വിജയൻ കൗരവ പട ഒറ്റയ്ക്ക് നേരിട്ട് ജയിച്ച് തൻ്റെ ശിരസിൽ ഒരു പൊൻതൂവലും കൂടിയും ചേർത്ത് വെച്ചു. എല്ലാവർക്കും മനസാന്നിധ്യം ഉണ്ടാവാൻ എല്ലാ അനുഗ്രഹവും തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.